Hello, welcome back to my channel and I'm yours Abagoras. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാപ്പ് ആയിരുന്നു നോക്കി അല്ലേ, ഒരു കളക്ഷൻ ഒബ്ജക്റ്റ് മാപ്പ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റ് നോക്കി, സെറ്റ് നോക്കി, മാപ്പ് നോക്കി. ഇനി അടുത്ത കളക്ഷൻ ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. QX1 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ക്യൂവിനെ കുറിച്ച് കുറച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ക്യൂ ഇസ് എ കളക്ഷൻ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ക്യൂവിനെ നമ്മൾ ഡബിൾ എൻഡഡ് എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും മെയിനായിട്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം സെറ്റിലായിക്കോട്ടെ, ലിസ്റ്റിലൊക്കെ ആയിക്കോട്ടെ, മാപ്പിലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും പുതിയ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആഡ് ആവുന്നുണ്ടായിരിക്കാം അല്ലേ. പക്ഷെ ക്യൂവിൽ അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റിലും ആഡ് ചെയ്യാം, ലാസ്റ്റിലും വാല്യൂ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ആഡ് ഫസ്റ്റ്, ആഡ് ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ആഡ് ഓൾ അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഈ വാല്യൂസൊക്കെ എവിടെയാണ് മെയിനായിട്ട് ലാസ്റ്റിൽ പോയിട്ട് ആഡ് ആവാം. എനിക്ക് ഫസ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ഫസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രാ ഫംഗ്ഷൻസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്, ക്യൂവിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യൂവിനെ ഡബിൾ എൻഡഡ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. Q is a collection object that can be manipulated by at both ends. ഓക്കെ, പിന്നെ ക്യൂവിലുള്ള കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ക്യൂ ഫ്രം ഓഫ്. ഈ മൂന്ന് കൺസ്ട്രക്ടർ ആയിരിക്കും ക്യൂവിൽ ഉണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ. പിന്നെ പിന്നെ ഇപ്പം നമ്മൾ സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കേളി ബ്രേസസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലിസ്റ്റ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനത്തെ കേളി ബ്രേസസും ബ്രാക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല. പക്ഷെ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ കേളി ബ്രേസസിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ വാർ ക്യൂ ഈക്വൽ ടു കേളി ബ്രേസസ് ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കാം. ഇതെന്താണ്, ഞാൻ അവിടെ കേൾസ് ഓവർ ചെയ്യാം. എന്താണ്, അതൊരു മാപ്പായിട്ടാവും നോക്കുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മാപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ സെറ്റോ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇപ്പം ഞാൻ വാർ എസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ്, ഇതെന്താ വരാ, ലിസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ലാതെ ആയിരിക്കും എന്ത് നമ്മൾ ക്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ക്യൂ സ്പേസ് നമ്മുടെ ക്യൂവിൻ്റെ പേര്, ഇപ്പം ഞാൻ ക്യൂ തന്നെ കൊടുക്കണം, ഈക്വൽ ടു ക്യൂ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എറർ വരും. ഇവിടെ എന്താ, അൺഡിഫൈൻഡ് ക്ലാസ് ക്യൂ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഡാർക്ക് ഡോട്ട് കളക്ഷനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അതിലാണ് ഈ ക്യൂ ഉണ്ടാക്കിയ. നമ്മളിപ്പോൾ സീലൊക്കെ ആണെങ്കിൽ ഹെഡർ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യില്ലേ, അതാണ് ഇവിടെ കേട്ടോ ഇങ്ങനെ വന്നത്. ഇമ്പോർട്ട് എന്നിട്ടിട്ട് സിംഗിൾ കോട്സിനുള്ളിൽ ഡാർക്ക് കോളൻ കളക്ഷൻ എന്ന് കൊടുത്താൽ മതി. ഇനി ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം, എങ്ങനെ വരണേന്ന് നോക്കാം. പ്രിന്റ് ക്യൂ ഒന്ന് പ്രിന്റ് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കേളി ബ്രേസസ് മാത്രം, കാരണം എന്താ, ഇതൊരു എം ടി ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ വാല്യൂസ് ഒന്നുമില്ല. എനിക്കിപ്പം എന്താ പറയുക, ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വാർ ലിസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ 1 2 3 4 5 6 3 4 8 ഇങ്ങനൊരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിനെ നമ്മുടെ ക്യൂവിനുള്ളിലോട്ട് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും, ഞാനിപ്പം പുതിയൊരു ക്യൂ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ക്യൂ ഈക്വൽ ടു Q1 ഈക്വൽസ് ക്യൂ ഡോട്ട് ഫ്രം നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കാം. ഫ്രം ആ ഒരു ലിസ്റ്റിൽ നിന്നാണ് എനിക്ക് വാല്യൂസ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറയണം. നമ്മൾ നേരത്തെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു എം ടി ലിസ്റ്റ് അല്ല, സോറി, ഒരു എം ടി ക്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്കിപ്പോൾ ലിസ്റ്റിനെ ക്യൂവിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ക്യൂ ഡോട്ട് ഫ്രം എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കാം. ക്ലിയർ അല്ലേ. ഇപ്പം ഞാനിത് പ്രിന്റ് ചെയ്യണം കേട്ടോ. പ്രിന്റ് Q1 അല്ലേ, Q1 പ്രിന്റ് ചെയ്യിക്കണം. റൺ ചെയ്യാം. ഓ, സെമി കോളൻ ഇട്ടിട്ടില്ല. കണ്ടോ, കേളി ബ്രേസസിൽ ആ ഒരു വാല്യൂസ് ഒക്കെ വന്നു ഇതിൽ ഇല്ലേ. ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ അലൗഡ് ആണ് കേട്ടോ. ഇനി ഇപ്പം അതെ ഇത് എം ടി ലിസ്റ്റ് അല്ല, എനിക്ക് ഇതിലോട്ട് വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക,
Q1 അല്ല, ക്യൂവിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്യൂ ഡോട്ട് ആഡ് എന്ന് കൊടുത്താൽ മതി. ആഡ് ഞാനിപ്പോൾ 10 എന്ന് കൊടുക്കണം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ക്യൂ റൺ ചെയ്യാം. ഇത് ആ 10 അതിൽ ആഡായി. ഇപ്പം ഞാൻ അഗെയിൻ ക്യൂ ഡോട്ട് ആഡ് 20 എന്ന് കൊടുക്കണം. ക്യൂ പ്രിന്റ് ചെയ്യിക്കണം. അപ്പം എന്തായി, 20 ആഡായി ഇല്ലേ? എനിക്കിപ്പം ഇതേപോലെ ലിസ്റ്റ്, ഈ ഒരു ലിസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണം. എന്ത് ചെയ്യുക, ക്യൂ ഡോട്ട് ആഡ് ഓൾ എന്ന് കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെ, ആഡ് ഓൾ ഓഫ് ലിസ്റ്റ്. ഞാൻ ക്യൂ പ്രിന്റ് ചെയ്യിക്കാം. അപ്പം എന്ത് വന്നു, ദേ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത 10ഉം 20 വന്നു. തന്നെ ബാക്കി എന്താണ്, ആ ലിസ്റ്റ് അതിൽ ആഡായി. ഓക്കെ, ഇപ്പം നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ലിസ്റ്റാണിത്. ഇത് Q1 ആണ്, അത് നോക്കട്ടെ. ക്യൂ നോക്കാം. ക്യൂ എന്ന് പറയുന്ന ലിസ്റ്റ് ഇത്. ഇതിൻ്റെ ഫസ്റ്റിലോട്ട് എനിക്ക് എന്താണ് 1000 എന്നുള്ളൊരു വാല്യൂ ആഡ് ചെയ്യണം. എന്ത് ചെയ്യും, ക്യൂ ഡോട്ട് ആഡ് ഫസ്റ്റ് ഓഫ് 1000 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ക്യൂ പ്രിന്റ് ചെയ്യിക്കുക. അപ്പം എന്താ, ഏറ്റവും ഫസ്റ്റിലോട്ട് 1000 ആഡ് ആയി. അപ്പം ഇങ്ങനെ ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ലാസ്റ്റ് ഓഫ് ഞാൻ ഇപ്പോൾ 2000 എന്ന് കൊടുക്കും. 2000 അല്ല, 20,000. ഓക്കെ, അപ്പം എന്തായി, ലാസ്റ്റിലോട്ട് ആ വാല്യൂ ആഡായി. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ അത് ക്യൂ ഡോട്ട് റിമൂവ് എന്ന് കൊടുത്തിട്ട് ഞാനിപ്പം എന്താ, നമ്മുടെ വാല്യൂസ് ഏതൊക്കെയാ, എനിക്കിപ്പോൾ ഈ ഒരു 4 ആണ് വേണ്ട. ഓക്കെ, ഈ 2 ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്തു. ആ ഒരു വാല്യൂ മെൻഷൻ ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്തു റിമൂവ് ഫംഗ്ഷനിൽ. അപ്പോൾ ദേ ആ 2 എന്നുള്ളത് പോയില്ലേ. ഇനി എനിക്കിപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ ആണ് റിമൂവ് ആവേണ്ടത്. അതിനെന്ത് ചെയ്യുക, ക്യൂ ഡോട്ട് റിമൂവ് ഫസ്റ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അതിൽ വാല്യൂ ഒന്നും കൊടുക്കണ്ട. ഫസ്റ്റത്തെ 1000 എന്നുള്ളത് പോയിട്ടുണ്ടായിരിക്കും. ഇനി ഞാനിപ്പോൾ ക്യൂ ഡോട്ട് റിമൂവ് ലാസ്റ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്ത് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ, അയ്യോ ഓക്കെ, ലാസ്റ്റത്തെ ആ 20,000 എന്നുള്ള വാല്യൂ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? എനിക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. ക്യൂ ഡോട്ട് ഫോർ ഈച്ച്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, പ്രിന്റ് എലമെന്റ് പ്രിന്റ് ചെയ്യിക്കണം. ഇവിടെ ലാസ്റ്റ് സെമി കോളൻ ഇടാം. ഓക്കെ, സോ അങ്ങനെ താഴോട്ടായിട്ട് ഇത് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ കളക്ഷൻ ഒബ്ജക്റ്റ് ആണ്. ക്യൂ എന്ന് പറയുന്നത് അത് ഡബിൾ എൻഡഡ് ആണ്. നമുക്കത് ഫ്രണ്ടിലും ലാസ്റ്റും ഫസ്റ്റും ആയിട്ട് എന്താണ് വാല്യൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടേഴ്സ് ഏതൊക്കെയാണ്, ക്യൂ, ഫ്രം ആൻഡ് ഓഫ്. അതേപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, ആഡ് ഉണ്ടാവും, ആഡ് ഓൾ, ആഡ് ഫസ്റ്റ്, ആഡ് ലാസ്റ്റ്, റിമൂവ് ഫസ്റ്റ്, റിമൂവ് ലാസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് അതിന് ഓരോരോ വാല്യൂസ് ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് പോകാനായിട്ടും പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ക്യൂവിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ഗോ ത്രൂ ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇവിടെ ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ജസ്റ്റ് ഹായ് ബൈ അയച്ചാൽ ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല കേട്ടോ. ഹായ് അയക്കുക, നിങ്ങളുടെ റീസൺ പറയാം, എന്താണെന്നുള്ള റീസൺ പറയാം, എന്നാൽ മാത്രമേ ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കുള്ളൂ. Okay, so yes, that's all for this video. Thank you. Have a nice day.